ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. ഇത് നമുക്കൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയാലോ? അതായത് ചിക്കൻ കൊണ്ടാട്ടം. അതെങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ? അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പും, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും, ഒരു അരമുറി ചെറുനാരങ്ങ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓയിൽ ചെയ്യാൻ പാടില്ല, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അപ്പം ചിക്കനൊക്കെ നല്ലോണം മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതൊക്കെ ഹോട്ടലിൽ നിന്നല്ലേ വാങ്ങിച്ച് കഴിക്കൽ. നമുക്ക് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ചിക്കനെല്ലാം പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സവാള എടുക്കാം. അതായത് ഞാനിവിടെ ഒരു വലിയ സവാളയും അതേപോലെ ഒരു 5-6 ചെറിയുള്ളിയും പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് സവാളയെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഈ എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച വറ്റൽമുളകും അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള നല്ലോണം വഴന്ന് വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലക്സും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു അര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗ്രേവി വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ഒരു ഗ്രേവി ആയി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ആ ഗ്രേവി ഫുള്ള് ചിക്കനിലേക്ക് മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പം ചിക്കനിലേക്ക് ഗ്രേവിയെല്ലാം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.